അങ്ങനെ 13ാമത്തെ ആഴ്ചയിലേക്ക്, അതായത് ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ, അടുത്ത ആഴ്ച ഒരാഴ്ചയേ ഉള്ളൂ, മീൻസ് ഒരാഴ്ചയേ ഉള്ളൂ ബിഗ് ബോസ് ഫിനാലെ, ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ജാസ്മിൻ ഇന്ന് ശനിയാഴ്ച, ആ ശനിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. രണ്ട് എവിക്ഷൻ ഉണ്ട്, പക്ഷേ അതിൽ ആദ്യം ഒരു എവിക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. ആ എവിക്ഷനിൽ ഓൾറെഡി ഇന്നായി നോറ ഔട്ട് ആവുകയാണ്. ഇനി ഒരു എവിക്ഷൻ കൂടി ഉണ്ട്, അത് പെൻഡിങ് വെക്കുകയാണ്. അത് സിജു തന്നെ ആയിരിക്കും, നോ ഡൗട്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഇവർ റെഡി ആവുന്നുണ്ട് ആ പ്രോഗ്രാമിന് വേണ്ടി. അപ്പോൾ ജാസ്മിൻ കാട്ടിക്കൂട്ടുന്നത് കണ്ടോ? ജാസ്മിൻ ഗബ്രിന്ന് എഴുതി അവിടെയുള്ള ക്യൂടെക്സും അതിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ട് അവിടെ ഉണ്ടാക്കി ആ വാഴത്തോട്ടറിൽ ഒന്ന് തേക്കി വയ്ക്കുന്നുണ്ട്. ഇത് ജാസ്മിന് ആവശ്യമുണ്ടോ? വല്ലതും ആവശ്യമുണ്ട്? ഈ ജാസ്മിൻ അവിടെ എന്താ കാട്ടിക്കൂട്ടുന്നത്? ജാസ്മിൻ സ്റ്റിൽ ഇപ്പോഴും ജാസ്മിനെ അറിയാം പുറത്ത് എന്താ നടക്കുന്നത്. കാരണം ജാസ്മിൻ എപ്പോഴും ഒരു ഇൻഫർമേഷൻ ആദ്യം മുതൽക്കേ കിട്ടുന്നുണ്ട്. അത് ഒരു ഭയങ്കര പ്ലസ് പോയിൻ്റ് ആണ്. എങ്ങനെയൊക്കെ അവർക്ക് അറിയുന്നുണ്ട് ജാസ്മിൻ എല്ലാ ഇൻഫർമേഷൻസ് പുറത്തുനിന്ന് കിട്ടുന്നത്. പക്ഷേ എന്തുകൊണ്ട് ജാസ്മിൻ പിന്നെ അറിഞ്ഞിട്ടും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് കൺവേ എന്തുകൊണ്ട് ചെയ്യുന്നു? മെസ്സേജ് എന്തുകൊണ്ട് ഇങ്ങനെ അറിയിക്കുന്നു? കാരണം അറിയാം ഓരോ ആക്ഷനും അത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും ജാസ്മിൻ. കാരണം അവിടുത്തെ ക്യാമറകൾ കംപ്ലീറ്റും ജാസ്മിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജാസ്മിൻ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുകയാണെങ്കിൽ എനിക്ക് ഇതിലൂടെ ചെയ്യാം. അപ്പോൾ അത് ജാസ്മിൻ കണ്ടെത്തിയ വഴി തന്നെയാണ് വാഴ ഇലയിൽ ക്യൂടെക്സും മറ്റേ മേക്കപ്പ് സാധനം കൊണ്ട് എഴുതി അതിലേക്ക് കുത്തിയിട്ട് പിന്നെ എനിക്ക് നിറച്ച് വയ്ക്കുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് ഗബ്രി എന്താണ് കാണിക്കുന്നത്? ഗബ്രി അതേ സ്ഥാനത്ത് ആ ചിന്താഗതിയിൽ. കാരണം ഗബ്രി പറഞ്ഞല്ലോ ഇതെനിക്ക് പ്ലാറ്റ്ഫോം. ഗബ്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഗബ്രി ഇത് ബിഗ് ബോസ് എനിക്ക് പ്ലാറ്റ്ഫോമാണ്. അതായത് എനിക്കവിടെ ഫെയിം അല്ല വേണ്ടത്, എനിക്കവിടെ പ്രൈസ് അല്ല വേണ്ടത്, എനിക്ക് അവിടെ കപ്പല്ല വേണ്ടത്, എനിക്ക് പൈസ അല്ല വേണ്ടത്. പൈസ എനിക്ക് പ്രശ്നമേ അല്ല, പൈസ എൻ്റെ ഫിനാൻസിൻ്റെ പ്രശ്നമേ അല്ല. കാരണം ഗബ്രി വന്നിട്ട് ഫിനാൻഷ്യലി ഓൾറെഡി നല്ലൊരു സ്റ്റാൻഡേർഡിൽ ഇരിക്കുന്ന ആളാണ്. പുറത്ത് പോയതിന് ശേഷം ഗബ്രി പറയുന്നതാണ് എനിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കണം സിനിമ ഫീൽഡിലേക്ക്. സിനിമ ഫീൽഡിൽ 4 പേരുടെ മുന്നിലേക്ക് ഞാൻ ഗബ്രി എന്നൊരാൾ ഒരു ഫേസ് വന്നു പെടണം. അത് എങ്ങനത്തെ ആകണം, പക്ഷെ അത് അറിയണം. അത് വില്ലനായിക്കട്ടെ നല്ല ആളാകട്ടെ, പക്ഷേ എൻ്റെ ഐഡൻറ്റിറ്റി അത് വരുന്നത് ബിഗ് ബോസ്. കാരണം സീരിയൽസ് ഉണ്ട്, മൂവീസ് ഉണ്ട്, പക്ഷേ അതെല്ലാം പോയി കാണുന്നതാണ്. പക്ഷേ ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമാണ്, അതായത് മൊബൈലും ശരി, അതേപോലെ ടി വിയും ശരി, എല്ലാത്തിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ബിഗ് ബോസ് ആണ് ആൾക്കാർ. അപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വരുന്നത് ബിഗ് ബോസിന്. അപ്പോൾ ബിഗ് ബോസിലൂടെയാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് അപ്പോൾ ബിഗ് ബോസ് ആയിരിക്കും നല്ലതെന്ന്. അപ്പോൾ അതിനെ എല്ലാവരും എത്തിപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം ബിഗ് ബോസാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റുക എന്തായിരിക്കും? അപ്പോൾ എല്ലാവരും എന്നെ അറിയണം. അത് എങ്ങനെയാലും ശരി, അത് വില്ലനായാലും ശരി, എങ്ങനെയാലും ശരി. അപ്പോൾ ആ ഇന്നൊരു ഫേസിൻ്റെ ഗബ്രി ഉണ്ടെന്ന് അറിയാം, അതൊരു ഐഡൻറ്റി കൊണ്ടുവരണം. അപ്പോൾ അത് എൻ്റെ അവിടെ ഇതൊരു സോഫ്റ്റ് ടച്ച് എന്ന് വെച്ചാൽ ടച്ച് എന്നാൽ ഞാൻ ചെയ്തു, അത് ഞാൻ നേരിട്ടു, അത് എൻ്റെ വിജയമാണ്. അങ്ങനെ ഗബ്രി പറയുമ്പോൾ ഗബ്രി ഉദ്ദേശിക്കുന്ന സംഭവം അതിന് എത്രയോ ഇൻ്റർവ്യൂസ് പുറത്ത് വന്ന് നടന്നു. ഒരുപാട് സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. കാരണം ഗബ്രി കാട്ടിക്കൂട്ടി അങ്ങനെയാണ്. ഗബ്രി വന്ന് ഗബ്രിനെ അത് ബാധിക്കും, അതൊന്നും ഓർത്തില്ല. ഗബ്രി നേടിയെടുത്തതാണ് എങ്ങനെ എൻ്റെ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുക. അത് ഏത് വഴിയിൽ ഏത് മാർഗ്ഗം, ആ മാർഗ്ഗം സ്വീകരിച്ച അവിടെ പെട്ട് ജാസ്മിൻ. പക്ഷേ ആ ജാസ്മിൻ ഇന്നും അത് മനസ്സിലാക്കുന്നില്ല. ഗബ്രി പുറത്ത് പോയിട്ട് ഇന്നും പറഞ്ഞത് തന്നെ, പക്ഷേ ജാസ്മിൻ ഇനിയും അത് മനസ്സിലാക്കിയിട്ടില്ല.